സിടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ലെ ആദ്യത്തെ ബയോളജി ചാപ്റ്റർ ആയ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ് ഗുഡ്നെസ്, നട്ടു നനയ്ക്കാം നന്മ കൊയ്യാം എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒത്തിരി പാടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, ഫാമിങ്ങിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമ്മളൊരു ചെടി നടുന്നത് എങ്ങനെയാണ്, അത് വിത്ത് കൊയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, circumstances prompted farmers to choose new ways in agriculture. കൃഷിയിൽ പുതിയ രീതികൾ കൊണ്ടുവരാനുണ്ടായ പ്രോബ്ലംസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർക്കുണ്ടായത്? ലാക്ക് ഓഫ് സ്പേസ്, അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. സ്ഥലമില്ലായ്മ, അതൊരു വലിയ പ്രോബ്ലം ആണല്ലോ. ഷോർട്ടേജ് ഓഫ് ലേബേഴ്സിന്റെ ഷോർട്ടേജ്, അവരുടെ കുറവ്. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, രോഗാണുക്കൾ ഇൻഫെക്ട് ചെയ്യുന്നതിലൂടെ അതൊരു പ്രശ്നമാണല്ലോ. അവർക്കുള്ള സ്ഥലത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ രോഗാണുക്കൾ ഇൻഫെക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ലാക്ക് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, അറിവിന്റെയും എക്സ്പീരിയൻസിന്റെയും കുറവ്, അതൊരു വലിയ പ്രശ്നമാണല്ലോ. മെത്തേഡ്സ് ടു ഓവർകം സ്പേസ് ലിമിറ്റേഷൻ, ഈ സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, സ്പേസ് കുറവ്, അത് നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്പേസ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ടെറസ് ഫാമിംഗ് ചെയ്യാൻ പറ്റും, സ്റ്റാക്ക് ഫാമിംഗ്, ചാക്കിൽ കൃഷി ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാൻ പറ്റും, ഗ്രോ ബാഗ് ഫാമിംഗ്, അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പെറ്റ് ബോട്ടിൽ ഫാമിംഗ് ഉണ്ട്, അക്വാപോണിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ മത്സ്യങ്ങളെ വളർത്തിയിട്ട് അതിന്റെ സൈഡിൽ ചെടി നട്ടു വെക്കാം. അപ്പൊ ഈ മത്സ്യങ്ങളുടെ ആ വെള്ളത്തിൽ അവരുടെ വേസ്റ്റ് അതിനകത്ത് അടിഞ്ഞുകൂടും. ആ വേസ്റ്റ് എന്താണ്, ചെടികൾക്ക് നല്ലതാണ്. ഹൈഡ്രോപോണിക്സ് എന്നും പറയും ഈ അക്വാപോണിക്സിനെ, അങ്ങനെയും പറയും. അതും എന്തിനാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. സ്പേസ് ലിമിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ടെറസ് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന്റെ പോസിബിലിറ്റി, സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് അതിലൂടെ നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? വെർട്ടിക്കൽ ഫാമിങ്ങിലൂടെ വെരി ലിറ്റിൽ സ്പേസസ് ആണ്, വളരെ കുറച്ച് സ്പേസ് മതിയാവും. വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സ്പേസ് മതിയാവും. ടെറസ് ഫാമിങ്ങിലാണെങ്കിൽ അത് മതിയാവും. പിന്നെന്താണ്, ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ അർബൻ ഏരിയസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്. വളരെ കുറഞ്ഞ സ്പേസിലാണെങ്കിൽ പോലും നമ്മൾ അർബൻ ഏരിയ, സിറ്റി ഏരിയസിലൊക്കെ താമസിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, വെർട്ടിക്കൽ ഫാമിങ്ങിലൂടെയൊക്കെ നമുക്ക് അതൊക്കെ എന്താണ്, പോസിബിൾ ആണ്. പോസിബിൾ ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ. ഫാമിംഗ് എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പണിയാക്കി എടുക്കാം, നമുക്ക് പൈസ കിട്ടുന്ന ഒരു പ്രൊഫഷൻ ആക്കി എങ്ങനെ എടുക്കാം ഫാമിങ്ങിനെ? യൂസ് ഓഫ് ലൈറ്റ് മെഷീനറി ടു റെഡ്യൂസ് ലേബർ ബർഡൻ. തൊഴിലാളികളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ഭാരമൊന്നും ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഭാരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്താണ്, ഡയറക്റ്റ് ഡെലിവറി ഓഫ് നോൺ ടോക്സിക് വെജിറ്റബിൾസ് ആൻഡ് ലോക്കൽ വെറൈറ്റീസും പിന്നെ അതുപോലെ നോൺ ടോക്സിക് ആയിട്ടുള്ള വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിൽക്കാം. അപ്പൊ എന്താ സംഭവിക്കും, അത് ഫാമേഴ്സിന് കുറച്ചുകൂടെ പൈസ കിട്ടാൻ നല്ലൊരു കാര്യമാണ്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് സോളാർ എനർജി ഉപയോഗിക്കുക. കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോളാർ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിലൂടെ. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈനിൽ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് പൈസയൊക്കെ ഇട്ട് ഓൺലൈനിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് അത്. ഇനി ടൈപ്സ് ഓഫ് സപ്പോർട്ട് ഓർ ഹെൽപ്പ് അവൈലബിൾ ഫോർ ദോസ് സ്റ്റാർട്ടിങ് ആൻഡ് അഗ്രികൾച്ചർ വെന്യൂ. ഒരു കാർഷിക സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ എവിടെ നിന്നൊക്കെ നമുക്ക് അതിന് സപ്പോർട്ട് കിട്ടും, എവിടെ നിന്നൊക്കെ കിട്ടുമായിരിക്കും? ഓൺലൈൻ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടൂലേ? ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഓൺലൈൻ സൊല്യൂഷൻസ് ഒക്കെ കിട്ടൂലേ? ഓൺലൈൻ വഴി സൊല്യൂഷൻസ് കിട്ടും. നമുക്ക് ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും എയ്ഡ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പൈസ പരമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടും. ടു നോ അബൌട്ട് ചേഞ്ച് ഇൻ ക്ലൈമറ്റിന്റെ മാറ്റത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇതിലൂടെ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ സിസ്റ്റത്തിലൂടെ അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അടുത്ത രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ നമുക്ക് കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ അവർ ഫിനാൻഷ്യൽ എയ്ഡ് തരും, നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം അത് തരും. പിന്നെ പ്രൊവൈഡിങ് ഫെർട്ടിലൈസർ അറ്റ് ലോ പ്രൈസ്, വളരെ കുറഞ്ഞ ചിലവിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ തരും. എന്താണ്, വളങ്ങളൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അതിലൂടെ നമുക്ക് ഫാമിംഗ് ചെയ്യാം. പിന്നെ സ്റ്റോറേജ്, നമ്മൾ ചെയ്യുന്ന കൃഷിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, നമ്മുടെ ആ പച്ചക്കറികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ഥലം അവർ തരും. മാർക്കറ്റിംഗ്, കച്ചവടം, അതിനൊക്കെ എന്താണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇനി അടുത്ത് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് എന്തായിരിക്കും സഹായം കിട്ടുക? ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടും, പൈസപരമായി എന്ത് ചെയ്യും, സഹായം കിട്ടും. പിന്നെ കോപ്പറേഷൻ ഇൻ വർക്ക്, ജോലിയിൽ എന്ത് ചെയ്യും, കോപ്പറേഷൻ, സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. പിന്നെ എൻകറേജിങ്, നമ്മളെ പ്രചോദിപ്പിക്കും എന്തിനു വേണ്ടിയിട്ട്, ഫാമിംഗ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി മെമ്പേഴ്സിന്റെ നിന്ന് സഹായമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്ത ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്താ കിട്ടുന്നത്? ലോൺ കിട്ടും. സബ്സിഡി ലോൺ ഒക്കെ മെയിൻ ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോൺ ഒക്കെ കിട്ടും. പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ക്വാളിറ്റി ആയുള്ള സീഡ്ലിംഗ് ആയാലും എന്തായാലും അവർ പ്രൊവൈഡ് ചെയ്യും ക്വാളിറ്റി ആയുള്ള മെറ്റീരിയൽസ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കൃഷി ചെയ്ത് നല്ലതായിട്ട് ഈൽഡ് കിട്ടാൻ പറ്റും. ഓക്കെ, ഗൈഡിങ് മെറ്റീരിയൽസ്, ലോൺ അവാർഡൊക്കെ കിട്ടും നമുക്ക്. നന്നായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് കൃഷി പുരസ്കാരം, അങ്ങനെയൊക്കെ ഓരോരോ അവാർഡ്സ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അടുത്ത കൃഷിഭവനിലാണെങ്കിൽ പ്രൊവിഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ട്രെയിനിങ്. മെയിനായിട്ടും ട്രെയിനിങ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫാമിങ്ങിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഒക്കെ തരും. എങ്ങനെയാണ് ഫാമിംഗ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. ട്രെയിനിങ് ഒക്കെ തരും. പിന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അവർ തരും. ഓക്കെ, ഇനി അടുത്ത വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ആവശ്യം. മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എന്ന് പറയും. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആവശ്യമാണ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അടുത്ത മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ദ എലമെന്റ്സ് റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. കുറച്ച് ആവശ്യത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അത് ഏതൊക്കെയാണ്? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ ആൻഡ് അയൺ. ബേരിയം, ബോറോൺ, സിങ്ക് ആൻഡ് കോപ്പർ അയൺ. ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബോഡിക്ക് വളരെ കുറച്ച് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്തുകൊണ്ടാണ് ഫാമേഴ്സ് ലീഫ് കളർ ആയിട്ടുള്ള ചാർട്ട് ഉപയോഗിക്കുന്നത്? ലീഫ് കളർ ആയിട്ടുള്ള ചാർട്ട്സ് എന്തിനാണ്? വൈ ഡു ഫാമേഴ്സ് യൂസ് ലീഫ് കളർ ചാർട്ട്സ്? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് നൈട്രജൻ ഈസ് ഇൻ ക്രോപ്സ്. ഈ ക്രോപ്പ് ഉണ്ടല്ലോ, ക്രോപ്പിൽ എത്രമാത്രമാണോ നൈട്രജൻ ഉള്ളതെന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലീഫ് കളർ ആയിട്ടുള്ള ചാർട്ട്സ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അത് അറിയുന്നത്? ഇഫ് ദ ലീവ്സ് ആർ ഡാർക്ക് ഗ്രീൻ, ആ ലീവ്സ് ഡാർക്ക് ഗ്രീൻ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദർ ഇസ് ഇനഫ് നൈട്രജൻ. അത് ഡാർക്ക് ഗ്രീനിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഒരുപാട് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് ലൈറ്റ് ഗ്രീനിലാണ് കിട്ടുന്നതെങ്കിൽ എന്ന് മനസ്സിലാക്കാം, നൈട്രജൻ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കാം. നൈട്രജൻ അവിടെ കുറവാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ ഈ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? ഫെർട്ടിലൈസേഷൻ അത് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? Fertilization is done to ensure the availability of all the elements required for crops to grow. നമ്മുടെ ക്രോപ്സ് ഉണ്ടല്ലോ അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് എത്രമാത്രമാണോ ഉള്ളത് എന്ന് എൻഷുർ ചെയ്യാൻ, എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്. എത്രമാത്രമാണോ നമ്മുടെ ക്രോപ്സിന് വളരാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് അതിനകത്ത് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്. ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ബി അപ്ലൈഡ്. എങ്ങനെ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉപയോഗിക്കാം? എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഉപയോഗിക്കുമ്പോൾ? ഫെർട്ടിലൈസർ ഒന്നിൽ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സോയിലിൽ ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്യണം. ഓക്കെ, ഒന്നിൽ വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് സോയിലിൽ അപ്ലൈ ചെയ്യാം. സോയിൽ ടെസ്റ്റിംഗ് ഷുഡ് ബി ഡൺ ടു റിയലൈസ് വിച്ച് ന്യൂട്രിയൻസ് ആർ ലാക്കിംഗ്. സോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് അടിക്കാൻ പറ്റുള്ളൂ. കാരണം സോയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ന്യൂട്രിയൻസ് ആണ് അതിനകത്ത് കുറവെന്ന്. ഏത് ന്യൂട്രിയൻസ് ആണോ കുറവെന്ന് മനസ്സിലാക്കിയിട്ട് ആ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ് അടിക്കേണ്ടത്. കാരണം ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണോ കുറവ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിക്കുന്ന ആ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിലൂടെ അത് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പുവരുത്താൻ പറ്റും. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഷുഡ് ബി എൻഷുർഡ് വെനെവർ എനി ഫെർട്ടിലൈസർ ഈസ് അപ്ലൈഡ്. ഏതൊരു ഫെർട്ടിലൈസർ ഉപയോഗിച്ചാലും വെള്ളത്തിന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. വെള്ളം എത്രമാത്രമാണോ അതിനകത്തുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, ഡിക്രീസ്ഡ് മോയ്സ്ചർ കണ്ടന്റ് വിൽ അഫക്ട് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ. വളരെ കുറവ് മോയ്സ്ചർ ആണ് വെള്ളത്തിൽ, സോയിലിൽ കുറഞ്ഞ മോയ്സ്ചർ കണ്ടന്റ് ആണ് ഉള്ളതെങ്കിൽ എന്താ? ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. ന്യൂട്രിയൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലാന്റ്സിന് നേരെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല ന്യൂട്രിയൻസിന്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോഴത്തേനും എത്ര ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്? ഫെർട്ടിലൈസേഴ്സ് എത്ര ടൈപ്പ് ആണ്? മെയിൻ ആയിട്ടും 4 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഉള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആൻഡ് ബയോ ഫെർട്ടിലൈസർ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോ റെസിഡ്യൂ. ഇതെന്താണ്? ഒരു ജൈവ അവശിഷ്ടമാണ്. ഇതെന്ന് പറയുന്നത്. അതായത് ഒരു ബയോളജി, അതായത് ജീവാണുക്കളുടെ എന്താണ്? വേസ്റ്റ് ആയിരിക്കും. ഓക്കെ,
അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് വേസ്റ്റ് ആയിരിക്കും, അതൊക്കെയാണ്. ബയോ റെസിഡ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ ഓഫ് ദ ഡീകമ്പോസ്. ഇത് എന്ത് ചെയ്യില്ല, ഡീകമ്പോസേഴ്സിനെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല സോയിലിന്റെ ടെക്സ്ചറിനെയോ ഒന്നിനും എന്ത് ചെയ്യില്ല, അഫക്ട് ചെയ്യില്ല. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം എന്താണ്, ഇത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്, ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ. ന്യൂട്രിയൻസ് മേ ബി ലെസ്, ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ടേക്സ് എ ലോങ് ടൈം. ന്യൂട്രിയൻസ് വളരെ കുറവാണെങ്കിൽ എന്ത് ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപാട് സമയം നീണ്ടു നിൽക്കും. ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കും. ഓക്കെ. Plants get the nutrients released from these bioresidues by the decomposers. Decomposers വഴിയാണ് പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നത്, ഈ ജൈവ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. പ്ലാന്റ്സിന് ഈ ജൈവ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഡീകമ്പോസേഴ്സ് വഴിയാണ്. ഓക്കെ. അതിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ്, ആഷ്, കാറ്റിൽ മാനുവർ, ബോൺ മീൽ, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ. അടുത്ത് നമുക്ക് നോക്കാം നാനോ ഫെർട്ടിലൈസർ എന്താണെന്ന് നോക്കാം. നാനോ ഫെർട്ടിലൈസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആണ് ഇതെന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി ഉണ്ടാകുന്ന, അതായത് നാച്ചുറലി ഉണ്ടാകുന്നതല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് എന്തെന്ന് പറയുന്നത് നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ പൊട്ടാസ്യം, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നാനോ ഫെർട്ടിലൈസറിനകത്ത് വരുന്നത്. എന്താണ് നാനോ ഫെർട്ടിലൈസർ? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾ. നാനോ പാർട്ടിക്കിളിന്റെ ഫോമിൽ ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിനെ വിളിക്കുന്ന പേരാണ് നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് എന്ത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ നാനോ ഫെർട്ടിലൈസേഴ്സിനെ. ഇതെന്താണ്, മറ്റ് ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്ലാന്റ്സിന് ആവശ്യമുള്ളൂ. അപ്പോൾ നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആണ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസിന്റെ രൂപത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ കാണപ്പെടുന്നത്. ഇതെന്താണ്, പ്ലാന്റ്സിന് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ, പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും, പ്ലാന്റ്സിൽ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. പിന്നെന്താണ്, ഡു നോട്ട് അഫക്ട് ദ കെമിക്കൽ ടെക്സ്ചർ ഓഫ് സോയിൽ മച്ച്. സോയിലിന്റെ കെമിക്കൽ ടെക്സ്ചറിനെ എന്ത് ചെയ്യില്ല, മാറ്റമൊന്നും വരുത്തില്ല, പ്രത്യേകിച്ച് ഒരുപാട് അഫക്ട് ചെയ്യില്ല കെമിക്കൽ ടെക്സ്ചറിനെ. ഓക്കെ. അടുത്ത ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന, കൃത്രിമപരമായിട്ട് ഉണ്ടാക്കുന്ന എന്താണ് ഫെർട്ടിലൈസർ ആണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിനകത്ത് വരുന്നത്. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻ വാല്യൂ സോയിൽ. സോയിലിന്റെ ന്യൂട്രിയൻ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത ഫെർട്ടിലൈസർ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. സോയിലിന്റെ ന്യൂട്രിയൻ വാല്യൂ കുറയ്ക്കണം, അതാണ് ഇവരുടെ ഈ ഫെർട്ടിലൈസേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും ഇതിനെ. പിന്നെന്താണ്, ഇത് ഒരുപാട് യൂസ് ചെയ്ത് അതിനെന്തിന് ഹാംഫുൾ ആണ്, നമ്മുടെ സോയിലിന്റെ ടെക്സ്ചറിന്, ഡീകമ്പോസേഴ്സിന് തന്നെ എന്ത് ചെയ്യും, ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതെന്ന് പറയുമ്പോൾ ബയോ ഫെർട്ടിലൈസർ ആണ്. ബയോ ഫെർട്ടിലൈസർ ജൈവവളം തന്നെയാണ്. ഓക്കെ. റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത്. എന്താണെന്ന് നോക്കാം. ആഡിങ് മൈക്രോബ്സ് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്. നമ്മൾ മൈക്രോബ്സ് സോയിലിനോട്ട് ആഡ് ചെയ്യൂലേ, അപ്പൊ എന്ത് സംഭവിക്കും, അതിൽ സോയിലില് നൈട്രജനും അതുപോലെ ഫോസ്ഫറസും ഫിക്സ് ചെയ്യാൻ സഹായിക്കും. സോയിലില് നൈട്രജനെയും ഫോസ്ഫറസിനെയും ഫിക്സ് ചെയ്യാൻ സഹായിക്കും. പിന്നെ എന്താണ് ചെയ്യുന്നത്, ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. സോയിലിന്റെ ടെക്സ്ചറിനെയോ ഡീകമ്പോസേഴ്സിനെയോ ഇത് എന്ത് ചെയ്യില്ല, അത്രയ്ക്ക് ബാധിക്കില്ല, അത്രയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, ഇത് ബാധിക്കൂല. ആഡിങ് മൈക്രോബ്സ് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിംഗ്. കൂടുതൽ മൈക്രോബ്സ് സോയിലിൽ ആഡ് ചെയ്യുന്നതിലൂടെ നൈട്രജനും ഫോസ്ഫറസും സോയിലിൽ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ഓർഗാനിക് ബയോ ഫെർട്ടിലൈസർ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എത്ര ടൈപ്പ് ആണ് ഉള്ളത്. പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എത്ര ടൈപ്പ് ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. ചെടി നടാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ബഡ്ഡിങ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ ആൻഡ് GM ക്രോപ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. ത്രൂ ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡ്ഡിംഗ് വി ഗെറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് പ്ലാന്റ്സ്. നമ്മൾ ഗ്രാഫ്റ്റിംഗും ബഡ്ഡിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് ക്രോപ്സിന്റെയും അതേ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് കിട്ടും. രണ്ട് പ്ലാന്റ്സിന്റെ ഒരേ പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതാണ് ഗ്രാഫ്റ്റിംഗും ബഡ്ഡിങ്ങിലൂടെ ചെയ്യുന്നത്. ത്രൂ ലെയറിംഗ് ആൻഡ് ടിഷ്യൂ കൾച്ചർ, ലെയറിംഗിനും ടിഷ്യൂ കൾച്ചറിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, we get the same properties of the mother plant. മദർ പ്ലാന്റിനുള്ള അതേ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും എന്തിനും കിട്ടുന്ന, ഓഫ് സ്പ്രിങ്ങിനും കിട്ടുന്നത്. അടുത്തുണ്ടാകുന്ന ജനറേഷനും മദർ പ്ലാന്റിനുള്ള അതേ പ്രോപ്പർട്ടീസ് തന്നെ എന്ത് ചെയ്യും, കിട്ടും. അതാണ് ലെയറിംഗും ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്.
ഹൈബ്രിഡൈസേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈസ് യൂസ്ഫുൾ ടു പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. രണ്ട് ഓർഗാനിസം ചേർന്നിട്ട് എന്ത് ചെയ്യും? അത് ക്രോസ് ചെയ്ത് അടുത്ത പുതിയൊരു ഓർഗാനിസം ഉണ്ടാകും. വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്, ഒരുപോലെയുള്ള ക്യാരക്ടേഴ്സിലുള്ള എന്ത് ചെയ്യും? പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ക്രോസിംഗ് ടു ഓർഗാനിസം ജനറ്റിക്കലി. അതാണ് എന്തെന്ന് പറയുന്നത്? ടു ഫോം ഡിസൈറബിൾ ക്യാരക്ടർ. അതാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുമുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ ആൻഡ് GM ക്രോപ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.